ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഫെസ്റ്റീവ് മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നവരാത്രി എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ ദിവാലിയുടെ സീസൺ വരുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ മാസം ദിവാലിയാണല്ലോ, അപ്പോൾ അത് കാരണം അതിന് യൂസ്ഫുൾ ആയിരിക്കും. നവരാത്രിക്കൊന്നും എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ആസ് യൂഷ്വൽ തിരക്കായിപ്പോയി, അത് കാരണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫെസ്റ്റീവ് മേക്കപ്പെങ്കിലും എനിക്ക് ഈ ഒരു മാസം ചെയ്യണം എന്നുണ്ടായിരുന്നു. ഇതൊരു ഫെസ്റ്റീവ് മന്ത് ആയിരുന്നല്ലോ, അപ്പോൾ ഈ ഒരു മാസം ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കാണിക്കുന്നത് കേട്ടോ. ഞാനൊരു ആക്ച്വലി ഒരു ബ്രഷ് മേടിച്ചിരുന്നു കേട്ടോ, മാർസിൻ്റെ ട്രാവൽ ബ്രഷാണ് ഇത്. 4-in-1 ട്രാവൽ ബ്രഷാണ്. അപ്പോൾ ഇതും കൂടി ഞാൻ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ എനിക്ക് ട്രാവൽ വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഒത്തിരി ബ്രഷ് ക്യാരി ചെയ്യണം എന്നില്ല. അപ്പോൾ ഈ ഒരു ബ്രഷ് നല്ലതാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ട്രയൽ നോക്കിയതിന് ശേഷം എനിക്കിത് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ അതുകൂടി മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ഈ ബ്രഷ് കൂടി എടുത്തിട്ട് വന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്കിൻ പ്രെപ്പ് നന്നായിട്ട് ചെയ്യണം. അപ്പോൾ സ്കിൻ പ്രെപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഫേസ് എന്തായാലും വാഷ് ചെയ്തു. ഞാൻ ഈ ബയോക്യൂളിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ്, എവർഗ്ലോ എന്ന് പറയുന്ന ഒരു റേഞ്ചാണിത്. അപ്പോൾ ഈ ബയോക്യൂളിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫേസ് ഓൾറെഡി വാഷ് ചെയ്തിരിക്കുവാണ്. വേറെ മേക്കപ്പ് ഒന്നും, വേറെ സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, കാരണം ബെയർ ഫേസ് ആയിട്ടിരിക്കുകയാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് വിറ്റമിൻ സി, ആർബുറ്റിൻ, എച്ച് എല്ലാം വരുന്ന ഒരു ഫേസ് വാഷാണ്. വളരെ എന്താ പറയുക, സ്കിന്നിൽ വളരെ ജെൻറ്റിലാണ്. ഇപ്പോൾ എൻ്റെ സ്കിൻ ഇത് ഓൾ സ്കിൻ ടൈപ്പാണ്. എൻ്റെ സ്കിൻ ഇപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ സൈഡിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ ഒരു ഹോർമോണൽ ചേഞ്ചും ക്ലൈമാറ്റിക് ചേഞ്ചും ഒക്കെ കാരണമായിരിക്കാം സ്കിൻ നന്നായിട്ട് സ്ട്രിപ്പ് ആവുന്നുണ്ട്. അപ്പം ഈ ഒരു ഫേസ് വാഷ് വളരെയധികം എന്നെ അതിൽ നിന്ന് കോപ്പപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫേസ് ഓൾറെഡി വാഷ് ചെയ്തു, ബാക്കി സ്കിൻ കെയറിന് വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഒരു ബ്രൈറ്റ് ആൻഡ് ഗ്ലോയി ഫിനിഷ് തരും. പക്ഷേ അത് ഒറ്റ വാഷിലൊന്നും അല്ല കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 weeks എങ്കിലും യൂസ് ചെയ്യണം അതിൻ്റെ ഒരു റിസൾട്ട് പ്രോപ്പറായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു അണ്ടർ ഐ ഡീപ് പഫിങ് ഒരു ഐ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഞാൻ ബയോക്യൂളിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി പറഞ്ഞാൽ ഇത് ബയോക്യൂളിൻ്റെ ഇതൊരു ക്ലീൻ ബ്രാൻഡാണ്, അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വളരെ 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 മൈൽഡാണ് നമ്മുടെ സ്കിന്നിൽ. അപ്പോൾ ഇത് ബയോക്യൂളിൻ്റെ അണ്ടർ ഐ ക്രീമാണ്. ഇത് ഫോർ എവർ യങ് എന്ന് പറയുന്ന ഒരു അണ്ടർ ഐ ക്രീമാണ്. ഇത് ഡീപ്പ് പഫ് ചെയ്യും നമ്മുടെ സ്കിന്നിനെ. നമ്മുടെ അണ്ടർ ഐ ഏരിയ ഈസ് വെരി സെൻസിറ്റീവ്. വളരെയധികം ജെൻറ്റിലായിട്ട് അത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല ഉറക്കം കിട്ടാത്തത് കാരണം അണ്ടർ ഐ ഏരിയയൊക്കെ ഭയങ്കര മോശമായിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാനിതിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വേറെ പ്രോഡക്റ്റ്സ് ഇടുന്നതിന് മുന്നെയാണ് അണ്ടർ ഐ ക്രീം ഇടുന്നത് കേട്ടോ. കാരണം ഞാൻ ജനറലി അങ്ങനെ ഇടാറ്. ഞാൻ മോയ്സ്ചറൈസ് ചെയ്യുന്നതിന് മുന്നെയാണ് അണ്ടർ ഐ ക്രീംസ് ഒക്കെ ഇടുന്നത്. കാരണം ആ ഒരു സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ്സ് നമ്മൾ എന്തിനാണ് അണ്ടർ ഐ ക്രീം ഇടുന്നത്? അണ്ടർ ഐ ഏരിയയിൽ നന്നായിട്ട് അബ്സോർബ് ആകാനാണല്ലേ. അപ്പോൾ അതിനൊരു എഫക്റ്റ് കിട്ടണമെങ്കിൽ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഞാൻ ആദ്യം വേറെ പ്രോഡക്റ്റൊക്കെ ഫേസിലിടുന്നതിന് മുന്നേ ആദ്യമാണ് ഈ അണ്ടർ ഐ ക്രീം ഇടുന്നത്. അകത്തേക്കുള്ളൊരു മോഷനിൽ വളരെ ജെൻറ്റിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. യെസ്. ഇനി ഞാൻ അടുത്തത് എവർഗ്ലോയുടെ ഈ ഒരു റേഡിയൻസ് സീറമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫേസ് വാഷിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആക്കാനും നമ്മുടെ സ്കിന്നിന് ഒരു റേഡിയൻസ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നീട് ഇതൊരു വാട്ടറി ടെക്സ്ചറാണ്, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. പക്ഷേ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആകും. ഇത് വളരെ ക്വിക്കായിട്ട് ഇത് അബ്സോർബ് ആകും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ കണ്ടത്. അപ്പോൾ ഇത് വാട്ടറി ടെക്സ്ചർ ആയത് കാരണം എങ്ങനെ നമുക്ക് ഫേസിൽ പമ്പ് ചെയ്യാം, ഡയറക്റ്റ് പമ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, പാമിലെടുത്തിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ജനറലി പാമിലെടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് വാട്ടറിയാണിത്, വെള്ളം ഒഴിക്കുന്ന പോലെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുക്കുക, ഫേസിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുന്ന രീതിക്ക് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. നമ്മുടെ ഓരോ ഹാൻഡ് മൂവ്മെൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ. ഇത് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റിക്കിയാണ്, പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അങ്ങ് പുഷ് ചെയ്തങ്ങ് കയറും. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് കടക്കാം. അതിന് മുന്നേ ഒരു കാര്യം കൂടിയുണ്ട്, മോയ്സ്ചറൈസർ. ഞാനിപ്പോൾ ക്ലിനിക്കിൻ്റെ മോയ്സ്ചർ സർജാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ SPF 25 ഉണ്ട്. അപ്പോൾ പക്ഷേ 25 പോരായി. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ വെച്ചിട്ട് SPF 25 ഒന്നുമല്ല, പക്ഷേ
ഒരു മോയ്സ്ചറൈസറിൽ SPF വരുന്നത് വളരെ നല്ലതാണ്. അത് മാത്രമല്ല ഈ ക്ലിനിക്കിൻ്റെ ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് വളരെ ഹൈഡ്രേറ്റിംഗ് ആണ്. അപ്പോൾ അത് വളരെ നല്ലതാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ്, എൻ്റെ ഒരു ഗോ ടു മോയ്സ്ചറൈസർ എന്ന് വേണമെങ്കിൽ പറയാം. അതിനോടൊപ്പം ഞാൻ വേറെ ഒത്തിരി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഒരു ഹയർ എൻഡിൽ വരുന്നൊരു പ്രോഡക്റ്റാണ്. പക്ഷേ നല്ലൊരു മോയ്സ്ചറൈസറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഇറ്റ്. അപ്പോൾ ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുക്കുക, എന്നിട്ട് സ്കിന്നിലേക്ക് ഡോട്ട് ചെയ്ത് കൊടുത്തിട്ട് പാറ്റ് ചെയ്ത് കൊടുക്കുക. ഫെസ്റ്റീവ് ലുക്കിന് വേണ്ടിയിട്ടുള്ള സ്കിൻ പ്രെപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കൺസീലർ യൂസ് ചെയ്യുന്നില്ല, ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ സ്മാഷ് ബോക്സിൻ്റെ ഹാലോ ടിൻറ്റഡ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഓൾറെഡി മോയ്സ്ചറൈസർ ഇട്ടല്ലോ. പക്ഷേ എനിക്ക് ഇപ്പോൾ ടിൻറ്റഡ് മോയ്സ്ചറൈസേഴ്സ് ആണെങ്കിൽ പോലും എനിക്കൊരു നല്ല മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഇപ്പോൾ ടിൻറ്റഡ് മോയ്സ്ചറൈസറിനെ ഞാൻ കണക്കാക്കുന്ന ഒരു സ്കിൻ ടിൻറ്റ് പോലെയാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു സ്കിൻ ടിൻറ്റാണ്. നമ്മൾ സ്കിൻ ടിൻറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിലും അത് മാത്രമായിട്ട് ബെയർ സ്കിന്നിൽ ഇടരുത്. നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ സ്കിന്നിലൊരു പ്രൊട്ടക്ഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാവുള്ളൂ. അതാണ് എൻ്റെ സജഷൻ. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം കാണും. പക്ഷേ എൻ്റെ സജഷൻ നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഇതുപോലുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക. അപ്പോൾ സ്മാഷ് ബോക്സിൻ്റെ ഹാലോ ടിൻറ്റഡ് മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ ലൈറ്റ് ഒലിവ് ആണ് എൻ്റെ ഷെയ്ഡ്. അപ്പം ഇത് ആവശ്യത്തിന് നമ്മളെ കയ്യിൽ എടുക്കുക. അതിനുശേഷം ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്ന മാർസിൻ്റെ 4-in-1 ട്രാവൽ ബ്രഷ് ഞാൻ എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കബൂക്കി ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഡോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പ്രോഡക്റ്റ് ഇല്ലാതെ എനിക്ക് ഒരു മേക്കപ്പും ചെയ്യാൻ പറ്റില്ല. ഇത് മാക്കിൻ്റെ ഫിക്സിംഗ് സ്പ്രേ ആണ്. ഇത് ഫേസിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, മസ്റ്റ് ഹാവ്. ഇനി ഞാൻ ഇതിനെ ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷെ നല്ല പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഐ മേക്കപ്പാണ്. അപ്പോൾ ഐ മേക്കപ്പിനായിട്ട് എൻ്റെ പുതിയ പാലറ്റ് ഞാൻ എടുത്തിരിക്കുകയാണ്. ഇത് കെ ബ്യൂട്ടിയുടെ സൺ കിസ്ഡ് എന്ന് പറയുന്ന ഒരു പാലറ്റാണ്. ഇതൊരു ന്യൂ ലോഞ്ചാണ് അവരുടെ. കണ്ടില്ലേ, ഇത്രയും നല്ല ഉഗ്രൻ ഷെയ്ഡ്സ് ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാലറ്റ് എന്ന് പറയുന്നത് കെ ബ്യൂട്ടി തന്നെയാണ്. അപ്പോൾ കെ ബ്യൂട്ടിയിൽ എൻ്റെ ഫേവറേറ്റ് പാലറ്റ് ആയിരുന്നത് പ്യുർ ബ്ലൂം ഓൾമോസ്റ്റ് എൻ്റെ ഒരു 2-3 ഷെയ്ഡ്സൊക്കെ തീരാറായി. ആക്ച്വലി പറഞ്ഞാൽ തീരാറായി. അപ്പോൾ ഐ ഷാഡോ പാലറ്റ്സിൽ ഐ ഷാഡോസ് ഫിനിഷ് ആവുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ അത്രയും യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് വളരെ മൈൽഡ് ന്യൂട്രൽ ഷെയ്ഡ്സ് ആണ്. അപ്പോൾ ഇത് ന്യൂ ലോഞ്ച് ആയതുകൊണ്ട് ഞാൻ റീസെൻ്റ്ലി നൈക്കയിൽ പോയപ്പോൾ ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡിൽ പേര് എഴുതിയിട്ടില്ല. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ മാസിൻ്റെ ഈ ഒരു ബ്രഷ് തുറന്ന് നോക്കാം. ഈ സൈഡും കൂടി ഓപ്പൺ ചെയ്തു. ഇത് അത്രയും ഫ്ലഫി അല്ല, പക്ഷെ എന്നാലും മാനേജബിൾ, പ്രശ്നമില്ല എനിക്കൊന്ന് സ്മഡ്ജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു ഷിമ്മർ ഷെയ്ഡാണ്. ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ട് കുറച്ച് ഷിമറി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. അത് ആദ്യം ഞാൻ ഫിംഗർ ടിപ്പിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഞാൻ ഈ ടിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ സെയിം ഷെയ്ഡ് നമ്മൾ ഫസ്റ്റ് എടുത്ത ഈ ഷെയ്ഡ് ഞാൻ എടുക്കുന്നു. ഈ ടിപ്പ് അത്ര ഹാർഡ് ടിപ്പല്ല, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ താഴത്തെ പോർഷനിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. കാരണം ഇതിൻ്റെ ടിപ്പ് അത്രയും ഹാർഡല്ല. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഐ ഷാഡോ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് കാജൽ. റിമൽ ലണ്ടൻ്റെ കാജലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് വാട്ടർ ലൈനിൽ നമുക്ക് വരയ്ക്കാം.
ഇനി നമുക്ക് ഈ അപ്പർ ലാഷിൻ്റെ ആ വാട്ടർ ലൈനിൽ കൂടി വരയ്ക്കാം. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. ഞാൻ എല്ലാ പ്രാവശ്യവും എടുക്കുന്ന കെ ബ്യൂട്ടിയുടെ മസ്കാരയാണ്. എന്താണെന്നറിയില്ല, എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് മസ്കാരയാണ്. കെ ബ്യൂട്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സും നല്ലതാണ്. എനിക്ക് അവരുടെ ക്വാളിറ്റി അവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കെ ബ്യൂട്ടിയുടെ മസ്കാര അപ്ലൈ ചെയ്യുന്നു. ഇനി എനിക്ക് ഈ സൈഡിൽ കൂടി മേക്കപ്പ് ചെയ്താൽ മതി, ഐ മേക്കപ്പ് ചെയ്താൽ മതി. ഇനി ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രോ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നൈക്കയുടെ ഓം ഐബ്രോ എന്ന് പറയുന്ന മസ്കാരയാണ്, ഐബ്രോ മസ്കാരയാണ്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ എങ്ങനെയുണ്ടെന്ന് നമുക്കിപ്പോൾ നോക്കാം. ആക്ച്വലി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഐബ്രോസ് സെറ്റ് ചെയ്തതിന് ശേഷം, ഒരു ഐബ്രോ ഡിഫൈനർ കൊണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ഒന്നും കൂടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നന്നാവും. പക്ഷേ അല്ലാതെ അത്രയും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ബ്രിസിൽസാണ് എൻ്റെ. ആക്ച്വലി ബ്രിസിൽസ് നല്ലതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു ഷെയ്ഡേ ഉള്ളൂ അവൈലബിൾ ആയിട്ട്, ഡാർക്ക് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. ബേസിക്കലി എല്ലാം കഴിഞ്ഞു. ബ്ലഷ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ബ്ലഷിനും ഞാൻ നേരത്തെ ഐ ഷാഡോ ആയിട്ട് എടുത്ത പ്രോഡക്റ്റ് തന്നെയാണ്, അതേ ഷെയ്ഡ് തന്നെയാണ് ഞാൻ എൻ്റെ ചീക്സിലും ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഫേസ് ഷേപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ഞാൻ ഇച്ചിരി ഇങ്ങനെ ഒരു എൽ ഷേപ്പിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ഞാൻ എൻ്റെ നോസിൻ്റെ ഏരിയയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. വളരെ ലൈറ്റായിട്ട് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഷെയ്ഡ് തന്നെ ചൂസ് ചെയ്തത്. ഇത് മാക്കിൻ്റെ പ്ലം എന്ന് പറയുന്ന ഒരു ലിപ്പ് ലൈനറാണ്. അപ്പോൾ ഇനി ഇത് ലിപ്പ് ഞാനൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. കെ ബ്യൂട്ടിയുടെ തന്നെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫെസ്റ്റീവ് മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. വളരെ ഫ്യൂ പ്രോഡക്റ്റ്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്തുള്ളൂ. ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഓട്ടത്തിലായിരുന്നു, പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ വന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഒന്ന് ഇരുന്ന് ഒരു മേക്കപ്പ് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഇന്ന് തന്നെ ഒരു മേക്കപ്പ് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി ഉസ്ബെക്കിസ്ഥാനിൽ പോവുകയാണ്, ഞാനും അമ്മയും മോളും കൂടി. അപ്പോൾ അതിൻ്റെ പോകുന്നതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സ്റ്റോറീസും പോസ്റ്റും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഏതായാലും നമ്മുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണോ അതെല്ലാം ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. എൻ്റെ ID ഈസ് Anuradha Nair. അപ്പോൾ അതിൽ ഫോളോ ചെയ്യുക. അപ്പോൾ അതിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം പ്രോഡക്റ്റ് റിവ്യൂസും അതും ഇതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഏതായാലും ഒത്തിരി സ്റ്റോറീസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.